ട്രേഡേഴ്സ്, ഞാൻ മാർക്കറ്റിൽ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ട്രേഡ് അവസാനിച്ചതിന് ശേഷം എൻട്രി എടുക്കാനുള്ള റീസണും അതിൻ്റെ എക്സാക്റ്റ് കാര്യങ്ങളും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഈ ഒരു ട്രേഡിൽ ഒരു ചെറിയ കുഴപ്പമുള്ളത്, മൊമെൻറ്റം അത്യാവശ്യം നമ്മളൊരു ബുള്ളിഷ് ട്രേഡാണ് ഇന്ന് കൺസിഡർ ചെയ്തത് രാവിലെ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വന്നൊരു റീടെസ്റ്റിലാണ് ഞാൻ എടുത്തത്. സോ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മളുടെ കോസ്റ്റിലാണ് റൺ ചെയ്യുന്നതെങ്കിലും സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ പോലെ ഞാനത് ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. ബ്രേക്കൗട്ട് കിട്ടി, ഒരു പാറ്റേണിൻ്റെ ബ്രേക്കൗട്ട് കിട്ടി. ആ ബ്രേക്കൗട്ടിൽ തന്നെ മാർക്കറ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു മൊമെൻറ്റം ചെയ്തിട്ടാണ് വീണ്ടും താഴത്തോട്ട് വന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ എന്താ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം ടൈംസ് ബ്രേക്കൗട്ടിൻ്റെ ശേഷം അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയല്ലോ. ഈ ഒരു നല്ലൊരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് വന്ന് ആൾക്കാർ അവിടെ വീണ്ടും ഒരു എൻട്രി എടുക്കുമ്പോൾ മാർക്കറ്റ് ആ എൻട്രി എടുത്തവരെ ട്രാപ്പ് ചെയ്യാറാണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. സോ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കില്ല എന്ന്. 56,600ൻ്റെ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇച്ചിരിയും കൂടെ മേലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കോസ്റ്റിലേക്ക് എടുത്ത് സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്തേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ്. The shadows play, the wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet dark, patterns leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines sing. ട്രേഡേഴ്സ്, മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വരുന്നുണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് എൻട്രി കിട്ടിയത് 295-ലാണ്. അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോസ്റ്റിന് മേലിലാണ്. സോ ജസ്റ്റ് ഒരു ചെറിയൊരു പ്രോഫിറ്റ്, ഒരു 100 റുപ്പീസോ 200 റുപ്പീസിൻ്റെ ഒരു വല്ലതും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഏതായാലും നോക്കാം ട്രേഡേഴ്സ്. ഇപ്പം മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വരുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. The shadows play, the wind hums songs at the break of day. Whispering pines, secrets. ട്രേഡേഴ്സ്, മാർക്കറ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ കോസ്റ്റിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും, ഞാനിപ്പോൾ ഡ്രോ ചെയ്തേക്കുന്ന ഒരു കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ ഫോർമേഷനാണ്. കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ ഫോർമേഷന് ശേഷം ബ്രേക്കൗട്ട് തന്നു. റീടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവിടുന്ന് അങ്ങനെ അല്ലായിരുന്നു മാർക്കറ്റ് റിയാക്ട് ചെയ്തത്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയാണ് ഞാൻ ആക്ച്വലി അവിടുന്ന് ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. വേറൊന്നും കൊണ്ടല്ല, രാവിലത്തെ ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ, രാവിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലെ ഈ കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ ബ്രേക്കൗട്ടിന് ശേഷം മാർക്കറ്റ് സഡനായിട്ട് ആ ഒരു ഒറ്റ ക്യാൻഡിലയിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്യാൻഡിലയിൽ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു മൊമെൻറ്റമാണ് ചെയ്തത്. അതിന് ശേഷമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരിക. അതുകൊണ്ടാണ് നമ്മൾ ടാർഗറ്റിനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിനോ വേണ്ടി വെയിറ്റ് ചെയ്യാതിരുന്നത്. നമ്മളുടെ എൻട്രി പോയിന്റിലേക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് വെച്ചതും നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്ത് എൻട്രി ചെയ്ത് അടുത്തൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, അടുത്തൊരു ട്രേഡ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ, ഓക്കെ ഫൈൻ, ഇത് പറഞ്ഞതേ ഉള്ളൂ. നമ്മളുടെ ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാമെന്ന് നമുക്ക്. ഓക്കെ, ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. നമ്മളുടെ ഈ ഒരു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ട്രേഡിൽ എൻട്രി എടുത്തത്. ഇവിടുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബുള്ളിഷ് മൊമെൻറ്റം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. സോ
എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. ഈ ക്യാൻഡിലിൻ്റെ വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. ഈ ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് എന്ന് പറയുന്ന എക്സാക്ട്ലി ഇവിടുന്ന് ഒരു 100 പോയിൻറ്റ്സിൻ്റെ നമ്മൾ വയ്ക്കുന്ന തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് ആയിരിക്കും. ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ളത് സെയിം സ്ട്രൈക്ക് പ്രൈസിലാണ് ഞാൻ എൻട്രി എടുത്തത്. കുറച്ച് മേളിലായിപ്പോൾ ഒരു ആവറേജ് ബൈയിങ് പ്രൈസ് വന്നപ്പോൾ. ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം കിട്ടുന്നുണ്ട് ട്രേഡേഴ്സ്. ആ ഒരു ക്യാൻഡിലിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഫൈൻ. ഈ ഒരു ടൈപ്പ് ഓഫ് മൊമെൻറ്റമാണ് എപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് എടുക്കുന്നത്. സോ ഓക്കെ, കുഴപ്പമില്ല. ചിലപ്പോഴൊക്കെ കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരാം. ഇപ്പോൾ ഏകദേശം നല്ലൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഞാനൊന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ്. The shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the ട്രേഡേഴ്സ്, മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെ നമ്മളുടെ എൻട്രിക്ക് ശേഷം കിട്ടി. എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റോപ്പ് ലോസിനെ നമുക്കൊന്ന് ട്രെയിൽ ചെയ്ത് വെച്ചേക്കാം. അത് വേറൊന്നും കൊണ്ടല്ല, വെറുതെ ട്രെയിൽ ചെയ്യുകയല്ല. നമ്മളുടെ എൻട്രി പോയിന്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആവറേജ് ഒരു 308. ഞാനൊരു 295 ഞാൻ എൻട്രി കിട്ടാൻ നോക്കിയത്. പക്ഷേ ഇച്ചിരി ആവറേജ് ബൈയിങ് പ്രൈസ് വന്നപ്പോഴത്തേക്കും 308 ആയി. ഈ 308 വരുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് വെച്ചില്ലേ 345, ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് സേഫായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഇനി ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിന് ശേഷം താഴത്തോട്ട് വീഴാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളും ആ ഒരു ട്രാപ്പിലാവും. നമുക്ക് ഒരു 4000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്, വെറുതെ ഗ്രീഡ്നെസ് കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് നമ്മളുടെ ട്രേഡിൽ നിന്ന് മാനുവലി എക്സിറ്റ് ചെയ്തേക്കാം. ഫൈൻ, ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇന്നൊരു ഓവറോൾ ഒരു 3600 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്.